എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്ന പല ആളുകളും ഈ ദിവസങ്ങളിൽ പല ആവർത്തി ചിന്തിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ. ഇനി മുതലെങ്കിലും വളരെ നേരത്തെ കിടന്നുറങ്ങി വളരെ നേരത്തെ എഴുന്നേൽക്കണം. ഇത്തിരി നേരം കൂടെ കൂടുതൽ ഉറങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങളൊന്ന് ക്രമീകരിക്കണം. വൈകിട്ട് ഫോണൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചിട്ട് വളരെ നേരത്തെ തന്നെ ഉറങ്ങാൻ പറ്റുകയായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് നന്നായേനും. അതേപോലെ തന്നെ ഡേ ടൈമിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് ഉറക്കം വരുന്നത്? രാത്രിയിൽ എൻ്റെ ഉറക്കം ശരിയാവുന്നില്ല, കുറച്ച് നേരത്തെ ഉറങ്ങേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ സമയം ക്രമീകരിക്കാനായിട്ട് പറ്റാത്തത്? ഈ ദിവസങ്ങളിൽ പല ആളുകളുടെയും ഏറ്റവും വലിയ ഒരു ടെൻഷനാണ് ഈ ഉറക്കവുമായി ബന്ധപ്പെട്ട ടെൻഷൻ. ഈ ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിൽ പല ആളുകൾക്കും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന്, ദേഷ്യം വരും വല്ലാതെ. അതേപോലെ തന്നെ ഒരു കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റത്തില്ല. പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓർമ്മയിൽ ഈ ഒരു കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപ് കണ്ട വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമ റിട്ടേൺ ഓഫ് ഡ്രാഗൺ, അതിൽ നായകൻ എക്സാം ഹാളിൽ വെച്ച് ഉറങ്ങി വീഴുകയും പരീക്ഷ എഴുതാനായിട്ടുള്ള സമയം നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ട വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിളാണ് ഈ സ്ലീപ്പ് ഡിവോഴ്സിനെ കുറിച്ചിട്ട്. ഈ സ്ലീപ്പ് ഡിവോഴ്സ് എന്നൊക്കെ ആ ഒരു ടൈറ്റിൽ ഇട്ട് ഈ ഒരു വാർത്ത കൊടുക്കുമ്പോഴത്തേന് അതിനകത്ത് പറയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇന്ത്യയിലുള്ള ആളുകൾ വളരെ നെഗറ്റീവായിട്ട് മാത്രമേ ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കത്തുള്ളൂ. ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ ഒരു ന്യൂസിന്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു: സ്ലീപ്പിംഗ് സിംഗിൾ സ്റ്റേയിങ് മാരീഡ്, ദ റൈസ് ഓഫ് സ്ലീപ്പ് ഡിവോഴ്സ് ഇൻ ഇന്ത്യ. ഓവർ 70% ഓഫ് ഇന്ത്യൻ കപ്പിൾസ് ഓപ്റ്റ് ഫോർ സ്ലീപ്പ് ഡിവോഴ്സ് ടു ഇംപ്രൂവ് റെസ്റ്റ്, citing snoring, stress and mismatched schedules, highlighting a global sleep crisis impacting health and relationships, according to a study. ഒരു സ്റ്റഡി അല്ല, 100 സ്റ്റഡി ഈ സ്ലീപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഈ സ്ലീപ്പ് ഡിവോഴ്സ് എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗമാണ് പല വാർത്താ മാധ്യമങ്ങളും ഇതൊരു നെഗറ്റീവ് ഇംപ്രഷനുള്ള തമ്പനിയിൽ വെച്ച് ഷെയർ ചെയ്യാനായിട്ടുണ്ടായ മെയിൻ ആയിട്ടുള്ള റീസൺ. ഡിവോഴ്സ് എന്ന് പറയുന്നത് എന്തോ വലിയ സാമൂഹിക വിപത്താണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ ഇവിടെയുള്ള ഭൂരിപക്ഷം ആളുകൾ. സഹിച്ച് ഒരു ബന്ധത്തിൽ നിലനിൽക്കുക, കുട്ടികൾക്ക് വേണ്ടി നിലനിൽക്കുക, മാതാപിതാക്കൾക്ക് വേണ്ടി നിലനിൽക്കുക, കുടുംബത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി നിലനിൽക്കുക, സമൂഹത്തിന് വേണ്ടി ആ ഒരു ബന്ധത്തിൽ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി നിൽക്കുക എന്നീ കാര്യങ്ങളൊക്കെ ഒരു കാലത്ത് വലിയ കാര്യമായിട്ട് ഇവിടെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് പുറമെ അങ്ങനെയൊന്നും പറയാനായിട്ട് പല ആളുകൾക്കും താല്പര്യമില്ല. എന്നാലും ഇടയ്ക്കൊക്കെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ ഇന്ത്യയിൽ ഉയർന്നു വരുന്ന ഡിവോഴ്സ് റേറ്റിനെ കുറിച്ചിട്ടൊക്കെ വല്ലാതെ ആവലാതിപ്പെടുന്നത് കാണാറുണ്ട്. അവരിങ്ങനെ വട്ടമേശ സമ്മേളനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് കാണാറുണ്ട്. ആളുകൾക്ക് ഒന്നിച്ച് ജീവിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിരിയുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലമുണ്ടാക്കി ആ കുട്ടികൾക്ക് വളരെ മോശമായിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് സമ്മാനിക്കുകയായിരിക്കും പല മാതാപിതാക്കളും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ബന്ധത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾ ചെയ്യുന്ന എത്രയോ ദുരന്തകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കുട്ടികളെയുമായി പോയി ആത്മഹത്യ ചെയ്യുക, അതേപോലെ തന്നെ കുടുംബം ഒന്നടങ്കം ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ജീവനൊടുക്കുക. ഇനി ഡിവോഴ്സ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു സിസ്റ്റം അനുസരിച്ച് 2 കുടുംബങ്ങൾ ചേരുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് കുടുംബക്കാർ മുഴുവൻ തമ്മിലടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനായിട്ട് പല മാർഗങ്ങൾ ഉപയോഗിക്കും. അവിടെ കുട്ടികളെ വെച്ചിട്ട് വരെ ബാർഗെയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ വളരെ മോശമായിട്ടുള്ളൊരു സീനാണ്. വളരെ മര്യാദയുള്ള പരസ്പര ബഹുമാനത്തോടെയുള്ള ഡിവോഴ്സുകളെ നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ സ്ലീപ്പ് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സമാധാനപരമായിട്ടുള്ള ഉറക്കത്തിന് വേണ്ടി പങ്കാളികളായിട്ടുള്ള ആളുകൾ ഒരു കട്ടിലിൽ തന്നെ 2 മാറി കിടക്കുകയോ അല്ലെങ്കിൽ 2 മുറികളിലായിട്ട് കിടക്കുകയോ അല്ലെങ്കിൽ ഒരു മുറിയിൽ തന്നെ 2 ബെഡുകളിലായി കിടക്കുകയോ ചെയ്യുന്ന ഒരു പരിപാടിയാണ് സിംപ്ലി സ്ലീപ്പ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. അല്ലാതെ ഇത് ബന്ധങ്ങളിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് 2 പേർ മാറി കിടക്കുന്നതിനല്ല ഉദ്ദേശിക്കുന്നത്. റസ്മൺ 2025 ഗ്ലോബൽ സ്ലീപ്പ് സർവേയിൽ തെളിഞ്ഞൊരു കാര്യമുണ്ട്. ഏഷ്യൻ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ സ്ലീപ്പ് ഡിവോഴ്സ് അല്ലെങ്കിൽ കപ്പിൾസ് സെപ്പറേറ്റ് ആയിട്ട് ഉറക്കം നടത്തുന്നത് ഇന്ത്യയിലാണ്. 78% ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ഒരു റെസ്റ്റിന് വേണ്ടിയാണ് അവരിൽ പല ആളുകളും ആ ഒരു കാര്യം ചൂസ് ചെയ്യുന്നത്. ഇതിലെ രസകരമായിട്ടുള്ള റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പഠനത്തിന്റെ ഭാഗമായി ശതമാന കണക്കോടെയൊക്കെ വരുന്ന സമയത്താണ് വലിയ സംഭവമായി മാറുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കാലങ്ങളായിട്ട് അനുവർത്തിച്ച് പോരുന്ന ഒരു രീതിയാണിത്. ഒരുമിച്ച് ഒരു മുറിയിൽ ഒരു കട്ടിലിൽ കഥ കടച്ച് കിടന്ന് ഉറങ്ങുന്ന കപ്പിൾസ് ഉറങ്ങുന്ന ഒരു രീതിയിലേക്കൊക്കെ കേരളത്തിലുള്ള ആളുകൾ മാറിയിട്ട് അധികം കാലങ്ങളൊന്നും ആയിട്ടില്ല. കൂട്ടുകുടുംബ സിറ്റുവേഷൻ ആയിരുന്നു. അതേപോലെ തന്നെ വളരെ സാധാരണ കുടുംബങ്ങളിലൊന്നും അങ്ങനെ എല്ലാ ആളുകൾക്ക് സെപ്പറേറ്റ് മുറിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുട്ടികളുടെ എണ്ണൊക്കെ കാര്യമായിട്ട് ഉണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് വളരെ കൗതുകത്തോടെ ആലോചിക്കാറുണ്ട്. നമ്മളിപ്പോൾ പ്രൈവസി, മുറി അങ്ങനെ കാര്യങ്ങളെക്കുറിച്ചിട്ട് കൂടുതലായി സംസാരിക്കുമ്പോഴും ഒരു കാലത്ത് ധാരാളം കുട്ടികളും ഉണ്ട്. എന്നാൽ അവരൊന്നും വലിയ കാര്യമായിട്ട് ഒന്നിച്ച് കിടക്കുകയുമായിരുന്നില്ല. അപ്പോൾ സെക്സ് എന്ന് പറയുന്നതും കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നതും ഈ ഒരുമിച്ച് കട്ടിലയിൽ കിടക്കുന്നതിൽ മാത്രം
ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതല്ല എന്നുള്ളത് തെളിയിക്കുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു റീസൺ ആണ് അത്. ഇനിയിപ്പോൾ നമുക്ക് ആ സ്ലീപ്പ് ഡിവോഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ ഒന്ന് മാറ്റി വെച്ചേക്കാം. ഈ സ്ലീപ്പ് ഡിവോഴ്സിലേക്ക് ഞങ്ങൾ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല ഉറക്കത്തിന് വേണ്ടി ഒരു നെഗറ്റീവ് വേർഡായിട്ട് നമ്മുടെ നാട്ടിൽ കരുതപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞ് പോവേണ്ട ആവശ്യമൊന്നുമില്ല. സ്കാൻഡിനേവിയൻ സ്ലീപ്പ് മെത്തേഡാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൊള്ളുക. സ്കാൻഡിനേവിയൻ സ്ലീപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ചില കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്, നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതിൽ നിന്ന് കടമെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് മാത്രമാണ്. അവിടെയൊക്കെ കപ്പിൾസ് ഒരു കട്ടിലിൽ തന്നെ 2 പുതപ്പുമായി കിടക്കും. 2 പുതപ്പുമായി 2 സൈഡിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടാറുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികളായിരിക്കുന്ന സമയത്ത് സിബ്ലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പുതപ്പിന് വേണ്ടി അടി കൂടാറുണ്ട്, ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. വിവാഹം കഴിഞ്ഞതിന് ശേഷം കപ്പിൾസും അങ്ങനെ പുതപ്പിന് വേണ്ടി അടി കൂടാറുണ്ട്, ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസ് ഒഴിവാക്കി വളരെ സമാധാനമായിട്ട് 2 സൈഡിൽ കിടക്കുവാൻ വേണ്ടിയാണ് ഈ സ്കാൻഡിനേവിയൻ സ്ലീപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യ കഴിഞ്ഞാൽ പിന്നീട് ചൈനയിൽ 67% കപ്പിൾസ് ഈ ഒരു രീതി പിന്തുടരാറുണ്ട്. നോർത്ത് കൊറിയയിൽ 65% ആളുകൾ പിന്തുടരാറുണ്ട്. ഈ രാജ്യങ്ങളിലെ 30,000-ഓളം ആളുകൾക്കിടയിൽ നടത്തിയ ഒരു സർവേയിൽ നിന്നാണ് ഈ ഒരു കാര്യങ്ങൾ വെളിവായത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് ഇത് 50-50 ആണ്. 50% ആളുകൾ ഒന്നിച്ച് കിടക്കാറുണ്ട്, 50% ആളുകൾ ഒക്കേഷണലി സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കാറുണ്ട്. കാലം മാറിയപ്പോൾ കാരണങ്ങൾ മാറിയിട്ടുണ്ട്. ഒരു കാലത്തെ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം, കുട്ടികളുടെ എണ്ണം, സ്ഥലപരിമിതി എന്നതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി കപ്പിൾസിന് സെപ്പറേറ്റഡ് ആയിട്ട് കിടന്ന് ഉറങ്ങേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പ്രൈവസിയൊക്കെ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കിട്ടാൻ തുടങ്ങി അണുകുടുംബങ്ങളിലേക്ക് മാറി. സിനിമകളിലും അതേപോലെ തന്നെ നമ്മളെപ്പോഴും ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന റിലേഷൻഷിപ്പ് വീഡിയോസിലൊക്കെ കാണുന്ന കപ്പിൾസിന് കിട്ടുന്ന തരത്തിലേക്കുള്ള പ്രൈവസിയും റൂമും ഒക്കെ ഇപ്പോൾ എല്ലാ ആളുകൾക്കുണ്ട്. എന്നാൽ ആ ഒരു റൂമിൽ നിന്ന് നമ്മൾ പലപ്പോഴും മാറിക്കിടക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പല ആളുകൾക്കും ആ ഒരു സാഹചര്യം വരുന്നത്? പല ആളുകളും ബോധപൂർവമല്ല, അവരുടെ അവസ്ഥ കൊണ്ടാണ് അങ്ങനെ മാറിക്കിടക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത് മിസ്മാച്ച്ഡ് സ്ലീപ്പ് ഷെഡ്യൂൾസ് ആണ്. രണ്ടുപേരും വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പുറത്തേക്കുള്ള ആളുകൾക്ക്, മലയാളികളായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരാൾ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിലും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്ന സമയം എന്ന് പറയുന്നത് വെളുപ്പിന് 3-4 ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 5 മണിയൊക്കെ ആയിരിക്കും. ഈ 5 മണിക്ക് രാത്രി 10 മണിക്ക് കിടന്നുറങ്ങിയ ഒരു വ്യക്തിയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കതക് തുറപ്പിക്കുക എന്ന് പറയുന്നത് അയാളോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയായിരിക്കും. ഈ 2 ആളുകളുടെയും ഉറക്കത്തെ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ വെളുപ്പിന് 5 മണിക്ക് വന്ന് കിടന്നുറങ്ങിയ വ്യക്തി, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങിയ വ്യക്തി രാവിലെ മറ്റേ ആൾ പോകുന്നതിൻ്റെ ബഹളങ്ങളൊക്കെ കേട്ട് ഒരു 7 മണിക്കോ 8 മണിക്കോ എഴുന്നേക്കേണ്ടി വരിക എന്ന് പറയുന്നതും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. 2 മുറികളിൽ ഉറങ്ങാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്, 2 ആളുകൾക്കും സെപ്പറേറ്റ് കീ ഉണ്ട് എന്നുണ്ടെങ്കിൽ 2 ആളുകളും അഫക്റ്റ് ചെയ്യാതെ ഈ ഒരു ഉറക്കത്തിൻ്റെ കാര്യം മുന്നോട്ടേക്ക് പോകും. അവിടെ ഒരു ചലഞ്ച് ഉണ്ട്, 2 ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനായിട്ടുള്ള സമയം വളരെ കുറവായിരിക്കും. വൈകിട്ട് അയാൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇയാൾ പോയിട്ടുണ്ടാവും. എന്നാലും ഇതൊക്കെ ഈ ഒരു ലോകത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വീക്കെൻഡിൽ അവർക്ക് സമയം ക്രമീകരിക്കാനായിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. ഒരാൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നത് പകൽ കുട്ടികളെ നോക്കാൻ വേണ്ടിയായിരിക്കാം. ഇതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമല്ല. ഇതൊക്കെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട ചില രീതികളാണ്. 2 ആളുകൾക്ക് ഒരുമിച്ച് ജീവിച്ച് വർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുന്നില്ലേ? പണ്ടൊക്കെ എത്രയോ ആളുകൾ, ഈ കേരളത്തിൽ എത്രയോ ആളുകൾ വിദേശത്തൊക്കെ കാലങ്ങളോളം പോയി കിടന്ന് പണിയെടുത്തിട്ടാണ് കുടുംബത്തെ നോക്കിക്കൊണ്ടിരുന്നത്. അത്ര ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും ഈ കാലഘട്ടത്തിലില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് അത് ബന്ധങ്ങളുടെ ഇഴയെടുപ്പും കുറയ്ക്കുമെന്നൊക്കെ പറയുന്നത് ഇത്തിരി ഓവർ തന്നെയാണ്. അടുത്ത പ്രധാനപ്പെട്ട കാരണം, ആളുകൾ സെപ്പറേറ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്തേക്കാമെന്ന് വിചാരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം റെസ്റ്റ്ലെസ്നെസ് ആണ്, അസ്വസ്ഥതകൾ, ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ആളുടെ ആ ഒരു ഉറക്കത്തെയും അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലെ ചില ബെഡിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ ആളുകൾ ഈ ബെഡിനെ കുറിച്ചിട്ടൊന്നും കാര്യമായിട്ട് ചിന്തിക്കാറില്ല. നമ്മൾ കൂടുതലായിട്ടും ഈ ഫൈബർ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചകിരി, സ്പോഞ്ച് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഏകദേശം എന്തെങ്കിലും പതുപതുപ്പുള്ള ഒരു മെത്ത മാത്രം സെലക്ട് ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ ആ ഒരു മെത്തയിൽ 2 ആളുകൾ കിടക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ട് പലപ്പോഴും ചിന്തിക്കാതാണ് നമ്മൾ ബെഡുകൾ എടുക്കുന്നത്. ഇപ്പോൾ ഒരാൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന സമയത്ത് മറ്റേ സൈഡ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് അവിടെ കിടന്നുറങ്ങാനായിട്ട് സാധിക്കും? അപ്പോഴാണ് ഈ മെമ്മറി ഫോം പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ചില ബ്രാൻഡുകൾ ചില ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ വെച്ച് പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? സിംഗിൾ ആയിട്ടൊക്കെ കിടക്കാനായിട്ട് വളരെ അഫോർഡബിൾ റേഞ്ചിൽ അതുപോലുള്ള മെത്തകളൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഉറക്കത്തിന് വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒട്ടും നഷ്ടമുള്ള ഒരു സംഗതിയല്ല. സ്പ്രിംഗ് മാട്രസ് ഒക്കെ 2 ആളുകളൊക്കെ കിടക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു റെസ്റ്റ് പല ആളുകൾക്കും കൊടുക്കാറില്ല. 2 ആളുകൾ ഒന്നിച്ച് കിടക്കുന്ന സമയത്ത് ഒരാളുടെ ഈ ഒരു അസ്വസ്ഥതകൾ മറ്റേ ആളെയും ബാധിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. പിന്നെ പലപ്പോഴും ഇന്ത്യയിലെ പല ഡോക്ടേഴ്സും ഈ കുട്ടികളുടെ എണ്ണമൊക്കെ കപ്പിൾസിൽ കുറയുന്നത് കണ്ട് പറയുന്ന ഒരു ചെറിയ ആകുലതയുണ്ട്. അതൊന്ന് അഡ്രസ് ചെയ്യേണ്ടതാണ്.
പല ആളുകളും വീക്കെൻഡ് സെക്സിലേക്ക് മാത്രം ചുരുങ്ങപ്പെടുന്നു. വീക്കെൻഡിൽ സെക്സ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ സെക്സ് നടക്കും, അല്ല എന്നുണ്ടെങ്കിൽ മന്ത്ലി വളരെ എണ്ണം കുറഞ്ഞ രീതിയിലേക്ക് മാത്രമാണ് ഇവർ ഇൻറ്റിമേറ്റ് ആവുന്നത്. അതൊരു ചെറിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു ചെറിയ ചലഞ്ചാണ്. പക്ഷേ അതും പങ്കാളികൾ ഒരുമിച്ച് ആലോചിച്ച് സമയക്രമീകരണത്തിൽ കൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അടുത്ത പ്രധാനപ്പെട്ട റീസൺ സ്നോറിങ്, ലൗഡ് ബ്രീത്തിങ്, ഗ്യാസ്പിംഗ് ഫോർ എയർ. ഉറക്കത്തിന്റെ സമയത്ത് കൂർക്കം വലിക്കുന്ന ആളുകൾ അസ്വസ്ഥത കൂടെ ഉറങ്ങുന്ന ആൾക്ക് ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു മുറിയിൽ ഉള്ള ആളുകൾക്ക് ഉണ്ടാക്കുന്നതാണ്. ഹോസ്റ്റൽ ലൈഫിലും അതേപോലെ തന്നെ ക്യാമ്പുകളിലും ഒക്കെ നമ്മളിത് ഫേസ് ചെയ്യാറുണ്ട്. നമ്മളിൽ പല ആളുകളും കൂർക്കം വലിക്കുന്നതിന് പല റീസൺസ് ഉണ്ട്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അമിത വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂർക്കം വലിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഈ ശ്വസിക്കാനായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ ഉറക്കത്തിലല്ലാത്ത സമയത്തും ബ്രീത്ത് ചെയ്യുമ്പോൾ ഒരു അസ്വാഭാവിക സൗണ്ട് വരാറുണ്ട് എന്ന് വൈഫ് പറയാറുണ്ട്. പുള്ളിക്കാരി ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും. അത് എൻ്റെ ഒരു ബ്രീത്തിങ്ങിനുള്ള ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ചിലപ്പോൾ മൂക്കിൻ്റെ, പണ്ടൊക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്തെങ്കിലും വളവോ തിരിവോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാവാറുണ്ട്. വളരെ സെൻസിറ്റീവാണ് നമ്മളുടെ ഒരു ശ്വാസം എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. നമുക്ക് പനിയാണ്, ജലദോഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഇതൊക്കെ കൂടെ ഉറങ്ങുന്ന ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന സംഗതികളാണ്. അപ്പോൾ ഇതുപോലെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ കൂർക്കം വലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ ഉറങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയെങ്കിലും നമ്മൾ അതിനെ കുറയ്ക്കാനായിട്ടുള്ള മാർഗങ്ങൾ നോക്കേണ്ടതുണ്ട്. ഞാനിതുവരെ പറഞ്ഞത് യാതൊരുവിധ പ്രശ്നങ്ങളുമല്ല. നമ്മുടെ മുന്നോട്ടേക്കുള്ള സമാധാനപരമായിട്ടുള്ള ജീവിതത്തിന്, നമ്മുടെ ആരോഗ്യത്തിന് എടുക്കാൻ പറ്റുന്ന ചില മാർഗങ്ങളെക്കുറിച്ച് മാത്രമാണ് ഉദ്ദേശിച്ചത്. നല്ല ഉറക്കം എന്ന് പറയുന്നത് നല്ല കുടുംബ സമാധാനത്തിനും വ്യക്തിയുടെ ആരോഗ്യത്തിനും മസ്റ്റായിട്ട് വേണ്ട ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് നല്ല പ്രൊഡക്ടിവിറ്റി വേണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ നിങ്ങൾക്ക് നല്ല ഉറക്കം വേണം. 8-9 മണിക്കൂറൊക്കെ ഉറക്കം എയിം ചെയ്തിട്ട് കാര്യങ്ങൾ ഒരു ദിവസത്തെ ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉറങ്ങാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലതാണ്. ഒരു 30 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് ഉറക്കത്തെ പണയപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. 30 വയസ്സിന് മുൻപ് നമ്മൾ പിന്നീട് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് ചില ഉറക്കമൊക്കെ കളഞ്ഞാലും കുഴപ്പമുള്ള സംഗതിയൊന്നുമല്ല. പിന്നീട് നമ്മൾ ഉറക്കം കളഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മളിൽ പല ആളുകളും കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് രാത്രിയിൽ ഒരു 9 മണിക്ക് ശേഷം ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. 9 മണിക്ക് ശേഷം നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ടാവില്ല. നമ്മൾ വെറുതെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് ആ ഒരു കാര്യങ്ങൾ മാറ്റിവെക്കുന്നത്. എല്ലാ ദിവസവും അങ്ങനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും പകൽ സമയങ്ങളിൽ, പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കേണ്ടുന്ന സമയങ്ങളിൽ, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ, നിങ്ങൾ ഇപ്പോൾ ടീനേജിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു യങ് ആയിട്ട് ഇരിക്കുന്ന സാഹചര്യങ്ങളാണ്, നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരു 9 മണിക്ക് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഒന്നും മിസ്സാവത്തില്ല. ഒരു തോന്നലാണ് 9 മണിക്ക് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. നമ്മൾ ചുമ്മാ അനാവശ്യമായിട്ട് ഒരു കാലത്തൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ചില ശീലങ്ങളൊക്കെ ഉണ്ട്. രാത്രി 2 മണിക്ക് ഒരു ബിരിയാണി, രാത്രി 10 മണിക്ക് 11 മണിക്ക് ഒരു ചായ, ടൗണിൽ പോയിട്ട് ഒരു കറക്കം. ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലപ്പോഴും രസമുള്ളൊരു സംഗതിയാണ്. പക്ഷേ നമ്മളുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിനെ അത് ബാധിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ആ ഉറക്കത്തിൻ്റെ ക്രമീകരണത്തെയൊക്കെ അത് ബാധിച്ചു കഴിഞ്ഞാൽ, ബാക്കി പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ട പകൽ സമയങ്ങളിൽ ഭയങ്കര ക്ഷീണമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇന്ത്യയിലെ 78% ആളുകൾ വളരെ കാര്യമായിട്ട് ചെയ്യാൻ നിർബന്ധിതമാവുന്ന ഒരു സ്ലീപ്പ് ഡിവോഴ്സിലേക്കൊക്കെ കുറച്ചൊക്കെ പോയാൽ മതിയെന്ന് വിചാരിക്കാം. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഉറക്കം കറക്റ്റായിട്ട് കിട്ടണം വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത്? കാരണം അവർക്ക് അത്രയധികം വർക്ക് ചെയ്യേണ്ടതുണ്ട്, അത്രയധികം ലോഡുണ്ട്, വർക്ക് ലോഡുണ്ട്, സ്ട്രഗിൾസ് ഉണ്ട്. സ്ട്രഗിൾസ് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾ പ്രൊഡക്റ്റീവായിട്ടിരിക്കേണ്ട സമയങ്ങളിൽ മോർ പ്രൊഡക്റ്റീവായിട്ടിരിക്കുക, റെസ്റ്റ് എടുക്കേണ്ട സമയങ്ങളിൽ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വളരെ നേരത്തെ കിടന്ന് വളരെ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ ജോലികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവില്ല. രാത്രിയിൽ ഏറ്റവും ലേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന പല ആളുകളും അവർ നല്ല പ്രൊഡക്റ്റീവ് ആണെന്നൊക്കെ പറയാറുണ്ട് എന്നുണ്ടെങ്കിലും എപ്പോഴും ഒരു ഗിൽറ്റ് ഉണ്ടാവാറുണ്ട്. ഞാനൊക്കെ രാത്രി ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. ഉറങ്ങേണ്ടുന്ന സമയമാണ്, ഉറങ്ങാതെ ഇരിക്കുകയാണ്, ഉറങ്ങാതെ ഫോൺ നോക്കുകയാണ്, ഉറങ്ങാതെ വീഡിയോ കാണുകയാണ്, ഉറങ്ങാതെ വർക്ക് ചെയ്യുകയാണ്. നേരത്തെ എഴുന്നേറ്റ് ചെയ്താൽ എന്താണ്? അപ്പോൾ നമ്മളോട് തന്നെ പറയുകയാണ് നേരത്തെ എഴുന്നേൽക്കാനായിട്ട് പറ്റത്തില്ല. എന്തുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കാനായിട്ട് പറ്റത്തില്ല? മടിയാണ്. അപ്പോൾ നമുക്ക് തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള സ്ട്രെസ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ലീപ്പ് സൈക്കിളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചെയ്യുക. അതേപോലെ തന്നെ പങ്കാളികളൊക്കെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവുന്ന രീതിയിലേക്കുള്ള ഉറക്ക സാഹചര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. മാറിക്കിടക്കാനായിട്ടോ 2 പുതപ്പ് വാങ്ങാനായിട്ടോ നല്ല മെത്ത വാങ്ങാനായിട്ടോ ഒക്കെ തീരുമാനിക്കുക. ഒരു കുഴപ്പമുള്ള സംഗതികളല്ല. ഇനിയിപ്പോൾ ഈ ഒന്നിച്ച് കിടക്കുന്നതിൻ്റെ ചില ബെനിഫിറ്റ്സിനെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ടല്ലോ. വളരെ സ്ട്രെസ്സുള്ള, വളരെ ആങ്സൈറ്റി ഉള്ള,
ഒരു ജീവിത സാഹചര്യങ്ങൾ കൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു ടൈമിലാണ് പല യങ് കപ്പിൾസും അവർ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒത്തിരിയധികം സ്ട്രെസ് അവർക്ക് ഇൻഡിവിജ്വലി ഉണ്ട്. പക്ഷേ വൈകിട്ട് വന്ന് ഒന്നിച്ച് രണ്ടുപേരും കൂടെ അടുത്ത് കിടക്കുന്ന സമയത്ത് പുരുഷന്മാരിൽ കൂടുതലായിട്ടും ആ ഒരു സ്ട്രെസ്സ് കുറയും എന്നുള്ളതാണ് പറയുന്നത്. ലവ് ഹോർമോൺസ് എന്നൊക്കെ പറയുന്ന കാര്യം കേട്ടിട്ടില്ലേ? ആ ഒരു ഹോർമോൺസിൻ്റെ ഒരു ഉൽപ്പാദനം, അതിലൂടെ നമുക്കുണ്ടാവുന്ന ഒരു റിലാക്സേഷൻ, അതൊക്കെ ഒന്നിച്ച് കിടക്കുന്നതിന് ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ മറ്റേ സ്കാൻഡിനേവിയൻ സ്ലീപ്പ് മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്നിച്ച് കിടക്കാം, എന്നാൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സ്പേസ് കട്ടിലിൽ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഈ സ്ലീപ്പ് ഡിവോഴ്സ് എടുത്ത് മാറ്റിയിട്ട് ബെറ്റർ സ്ലീപ്പ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ട് മാത്രം ചിന്തിക്കുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി. നിങ്ങളുടെ ഉറക്കത്തെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. നന്ദി.